ശരിയാ അങ്ങനെയാണ് ഇതിന് സിമെന്റ് ഇടണം അങ്ങനെയാണ് സംബന്ധിച്ചത് ഇതിന് സിമെന്റ് ഇടണം മണലും മെറ്റീരിയൽ ഏത് കോട്ട ഇടുന്നു ആ കോട്ടയ്ക്ക് സിമെന്റ് ഇടണം അങ്ങനെയുള്ളവർക്ക് നടക്കാൻ പറ്റുള്ളൂ ആരെയും വിളിക്കുന്നത് നിങ്ങൾ സൈക്കിൾ വന്ന് വർക്കിന് വേണ്ടി നിൽക്കണം നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യല്ല ഈ മണ്ണിട്ടാണ് കോൺക്രീറ്റ് ചെയ്യണേ ഇത് കണ്ടാ കിടക്കുന്നത് ഈ ചെളിയിട്ടാണ് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യണേ എങ്ങോട്ട് വഴിയെ കോരിക്കണം മണ്ണക്കാരൻ കൂടി കോൺക്രീറ്റ് ചെയ്യാനോ ഇത് നാട്ടുകാരെ തലയിൽ വേണമല്ലോ ഈ വർക്കെടുക്കില്ല വെട്ടിവെച്ചടക്കാൻ എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ പിരിവ് ഇല്ലാത്ത ബാധ്യതകൾ മുഴുവൻ നാട്ടുകാർക്ക് വെട്ടിവെച്ചടക്കരുത് വെട്ടിവെച്ചാണ് അല്ല ഇരുന്നോട്ടെ ഈ കൊട്ടയ്ക്കാരെ സിമെന്റ് ഇട്ടോട്ടെ കുഴപ്പമില്ല ചോദ്യം ചെയ്യാം ഗ്യാസ് വന്നോ വന്നായിരുന്നോ ഈ ഗ്രാനുവാണ് വിലയുള്ള ഇതിനേക്കാളും വിലയുണ്ട് അല്ല നിർത്ത് ഞാൻ പറയാം അത് അവര് പോട്ട പത്തക്കാരല്ല അല്ല ഇത് വേസ്റ്റ് ആണോ ഇത് വേസ്റ്റ് അല്ലേ ഇതൊന്നും ഇതിന്റെ ഒന്ന് പോട്ടെ ഇത് എന്നതാ ഇത് നമ്മൾ എടുക്കേണ്ട സാധന നമ്മൾ കോൺക്രീറ്റ് ചെയ്യണ സാധന ഇത് ഇട്ടിട്ട് പൊക്കോടുന്നേ സാറിന് ഇട്ട് ഇതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തേ ഇതാണോ ഇട്ട് പണിയണ സാറിന് ഫോട്ടോ എടുത്തേ ഈ സാധനമാണോ ഈ സാധനം മാറ്റി ഫോട്ടോ എടുക്കാൻ നല്ല ഇതെടുത്താ മതി ഇതെടുത്താ മതി ഇത് പിള്ളേരെ ഇടപാടൊന്നുമില്ല ഞങ്ങളെ കാശ് ഉണ്ടാക്കണം അറിയോ ഒരു കെണി ഒരുക്കിക്കൊണ്ടിരിക്കുക അതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് മെറ്റൽപ്പൊടിയേക്കാളും വില കൂടിയ മണലിട്ടാണ് അവർ മണ്ണിട്ട കോൺക്രീറ്റ് ചെയ്യുന്നത് കരമണലിട്ട് അതുപോലെ തന്നെ ഇതിന്റെ രേഷ്യോയിൽ വ്യത്യാസമുണ്ട് വൻ അഴിമതി നടന്നുകൊണ്ടിരിക്കണം അത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് പണി നടത്തപ്പെടുന്നുണ്ട് ഇതായിട്ട് പണിയുന്നത് ഈ മണ്ണ് കഴിഞ്ഞ വർഷം പള്ളി പ്രദർശനം പോകാൻ വേണ്ടിയിട്ട് ഇത് തടുത്തു കൂട്ടിയിട്ട് അന്നേരം വന്നിരിക്കുന്ന മണ്ണാണ് എഞ്ചിനീയറുണ്ട് പഞ്ചായത്തിന് എഞ്ചിനീയറാണോ സാർ പഞ്ചായത്തിന് എഞ്ചിനീയറാണോ ഞാൻ പഞ്ചായത്തിൽ ഓർച്ചർ എഞ്ചിനീയർ എഞ്ചിനീയർ ഇതിനെ കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത് നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് സാറിന് പറയാനുള്ളത് 148 ആണ് ഫീസ് എന്നുള്ള പ്രൊപ്പോസലാണ് അളവ് എങ്ങനെയാണ് ശരിയാ വലിയ കൊട്ടയ്ക്ക് മണലും ചെറിയായിട്ട് സിമെന്റ് ഇട്ടാൽ എങ്ങനെ ശരിയാകും ആ കൊട്ടയ്ക്ക് സിമെന്റ് ഇടണം അങ്ങനെയാണെങ്കിൽ പെട്ടി ചളന്നിട്ടോ നിങ്ങൾ
ഈ വലിച്ച് സിമെന്റാ തീർന്നിരിക്കുന്നത്. എത്രയും കോൺക്രീറ്റ് അറിയാലോ എത്ര നേരമായി മണി നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. കോൺട്രാക്ടറും ഇവിടെ പോട്ടെ, ഇതിന്റെ കാര്യം പറ. പ്രദർശനമൊക്കെ വിട്ടു. ഇതിന്റെ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സാധനം മണൽ പൊടിക്കാത്ത ഞങ്ങളെ വിരൽ പൊടിക്കാത്ത കിട്ടുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഇത് അവർ പറയുന്ന അളവ് 8 കൊട്ട 148 ആണ്. അത് ഇടുന്ന ഇതിന്റെ ഈ അളവ് തന്നെ സിമെന്റ് അതിനകത്തിക്കണം മിക്സിങ്ങിന്. അതങ്ങനെ തന്നെ ഇട്ടിരുന്നത്. ഞങ്ങൾ കുറെ ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ 2 ചട്ടി മെറ്റലാണ്. അങ്ങനെ രണ്ടു സിമെന്റ് അല്ല, ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ 2 ചട്ടിയാണ്. അപ്പൊ 4 കൊട്ട ഇടുമ്പോ ഒരു ചട്ടി സിമെന്റ് ഇട്ടാൽ മതി. അത് അവർ ഇടുന്നുണ്ട്, കൃത്യമായിട്ട് ഇടുന്നുണ്ട്. ഞാനിവിടെ അവര് മനഃപൂർവ്വമായിരിക്കത്തില്ല. ഇതിന്റെ അത് എന്തേലും ഉണ്ടെന്ന് പറയാം. നിങ്ങൾ പറയാം. മാഞ്ഞൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിന്റെ പണിയുടെ തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് ചേർന്ന സാധാരണ പൂഴി മണ്ണ് ചേർന്ന മെറ്റൽ പൊടി ഉപയോഗിച്ചാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ റേഷ്യോയിൽ മിശ്രിതം അളന്ന് മിക്സ് ആക്കുന്നതിൽ വലിയ അഴിമതി. 1.48 എന്ന അളവ് പറഞ്ഞെങ്കിലും 4 അടി മണൽ വലിയ അളവിനും ചെറിയ ചട്ടിക്ക് ഒരു ചട്ടി സിമെന്റ് ഇട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചട്ടി അടിച്ച് സിമെന്റ് നിറച്ചു വിടുന്നില്ല. അപ്പോൾ അങ്ങനെ നേരെ 1/4 ഭാഗം സിമെന്റ് മാത്രം ചേർത്താണ് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നാട്ടുകാർ എതിർക്കുന്നു. ഇതിവിടെ നടക്കാൻ പാടില്ല. ഇത് പഞ്ചായത്തിന്റെ അധികാരികളും എഞ്ചിനീയർ ഉൾപ്പെടെ കോൺട്രാക്ടർ ഉൾപ്പെടെ നടത്തുന്ന ഈ വൻ അഴിമതിയിൽ ഈ മാഞ്ഞൂർ പഞ്ചായത്ത് നിവാസികൾ ഒന്നടങ്കം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ അരച്ചട്ടി സിമെന്റ് 8 സെറ്റ് മെറ്റില്, അതുപോലെ മെൽസ്യപ്പൊടി 6 എണ്ണം. ഇത് മണ്ണാണ്. അത് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ പള്ളിച്ചെന്ന് പറയാനാ പറഞ്ഞു. ഇതെനിക്ക് അതിനകത്തോട്ട് വാർത്ത